ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഇതുപോലെ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കണം എന്നുള്ളത്. പക്ഷേ ഒരുപാട് കൺഫ്യൂഷൻസും പേടിയും ടെൻഷനും ഒക്കെ കാരണം ഐ വാസ് നോട്ട് ഏബിൾ ടു സ്റ്റാർട്ട് വൺ യൂട്യൂബ് ചാനൽ. സ്റ്റാർട്ടിങ് എ യൂട്യൂബ് ചാനൽ വാസ് വൺ ഓഫ് മൈ ഗ്രേറ്റസ്റ്റ് ഡ്രീംസ്. മേ ബി ഒരു 2020 മുതലൊക്കെ തുടങ്ങിയ ഒരു ആഗ്രഹമാണ് യൂട്യൂബ് ചാനൽ എന്നുള്ളത്. പക്ഷേ ആസ് ഐ ഓൾറെഡി മെൻഷൻ, ഒരുപാട് കൺഫ്യൂഷൻസ് കാരണം ഞാൻ ഇങ്ങനെ നാളെ ആവട്ടെ നാളെ കഴിഞ്ഞാവട്ടെ എന്ന് പറഞ്ഞ് മാറ്റി മാറ്റി വെച്ച ഒരാഗ്രഹമായിരുന്നു ഇത്. 2024 വിചാരിച്ചു ദിസ് ടൈം ഫോർ ഷുവർ ഐ വിൽ സ്റ്റാർട്ട് എ യൂട്യൂബ് ചാനൽ. മേ ബി ഒരു മെയ് ഒക്കെ ആയപ്പോൾ, മെയ് ജൂൺ ആ ഒരു സമയത്ത് ഐ വാസ് ബാഡ്ലി ബിഹൈൻഡ് എ യൂട്യൂബ് ചാനൽ. പക്ഷേ അന്നും എനിക്ക് ഇതുപോലെ എന്തൊക്കെയോ കുറച്ച് കാരണങ്ങൾ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ 2024 എൻഡ് ആയപ്പോൾ ഐ തോട്ട് ലൈക്ക് ഓക്കെ 2025 ആകുമ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യണം എന്ന്. ഇപ്പോൾ 2025 ഒക്കെ കഴിഞ്ഞ് 1-2 ആഴ്ചയായി, തുടങ്ങിയിട്ട് 1-2 ആഴ്ചയായി. പക്ഷേ ഐ തിങ്ക് ഇനിയും ഞാൻ ലേറ്റ് ആയിട്ടില്ല. ഇനിയും ഞാൻ നാളെ എന്ന് പറഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ ഐ തിങ്ക് ഐ വിൽ നെവർ മേക്ക് ഇറ്റ്. സോ ഇന്ന് ഞാൻ അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനൊരുവിൽ ഐ സ്റ്റാർട്ടഡ് എ യൂട്യൂബ് ചാനൽ. ആൻഡ് അതുകൊണ്ട് തന്നെ ഐ എം സോ എക്സൈറ്റഡ്, ഐ എം സോ പ്രൗഡ്. എന്തിനാണെന്നല്ലേ, ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം പറയാൻ വേണ്ടിയിട്ട് ഒരുപാട് എക്സൈറ്റഡ് ആണ് ഞാൻ. സോ വിത്തൗട്ട് എനി ഫെർദർ എഡോ ഞാൻ അതൊന്ന് പറയട്ടെ, എൻ്റെ ആ ഒരു എക്സൈറ്റ്മെന്റ് ഒന്ന് ഞാൻ തീർക്കട്ടെ. ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഇസ് മീ ഫാരിദ. ഓ മൈ ഗോഡ്, ഐ സെഡ് ദിസ്. വെൽ, സംസാരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴൊന്നും നിർത്തത്തില്ല. ഞാൻ ഭയങ്കര ടോക്കറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. എനിവേ, നമ്മുടെ തമ്മിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും, ഇന്നൊരു ഇൻട്രൊഡക്ഷൻ പാർട്ട് മാത്രമല്ല, വി ആർ പ്ലാനിങ് ടു മേക്ക് എ വിഷൻ ബോർഡ് ടു. ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ മൈ ലൈഫ് ഞാനൊരു ഫിസിക്കൽ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. നമുക്ക് ടൈം കളയാണ്ട് എന്തായാലും വിഷൻ ബോർഡ് എന്താണെന്നും വിഷൻ ബോർഡ് എങ്ങനെ ഉണ്ടാക്കാമെന്നും നോക്കാം. സോ വിഷൻ ബോർഡ് 2025 ആണ് നമ്മുടെ ലക്ഷ്യം. എനിവേ, എന്താണ് വിഷൻ ബോർഡ് എന്ന് ഞാൻ ബ്രീഫായിട്ടൊന്ന് പറഞ്ഞു തരാം ഫോർ ദോസ് ഹു ഡോണ്ട് നോ. വിഷൻ ബോർഡ് എന്ന് പറയുന്നത് നമ്മുടെ ഡ്രീംസിന് മാനിഫെസ്റ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. ഇനി ഈ വിഷൻ ബോർഡ് എങ്ങനെ ഉണ്ടാക്കാം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ നമുക്ക് 2025 എന്ന് പറയുന്ന ഇയറിൽ എന്തൊക്കെ ഗോൾസ് ഉണ്ടെന്ന് നോക്കണം. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കരിയർ റിലേറ്റഡ് ഗോൾസ് ഉണ്ടാകും, നമ്മുടെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ഗോൾസ് ഉണ്ടാകും, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിലേറ്റഡ് ഗോൾസ് ഉണ്ടാകാം, അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ട്രിപ്പ് പോകണം എന്നുള്ളതുണ്ടാകാം. അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ്, റിലേഷൻഷിപ്പ്, ദെൻ ഹെൽത്ത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാകും. ആദ്യം തന്നെ അതിനെ നമ്മൾ ഒരു പേനയും പേപ്പറൊക്കെ എടുത്ത് എഴുതി വെക്കാം. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഈ ഓരോന്നിനെയും സബായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഹെൽത്തിലാണെങ്കിൽ ഹെൽത്ത് ഇസ് ഓൾവേസ് നോട്ട് അബൌട്ട് ജിമ്മിൽ പോകണം എന്ന് മാത്രമല്ല, വി ഷുഡ് ഹാവ് ഹെൽത്തി ഫുഡ്. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ഹെയർ നോക്കണം, സ്കിൻ നോക്കണം, എല്ലാം കംസ് അണ്ടർ ഹെൽത്ത്. സോ അങ്ങനെ അതിനെ കാറ്റഗറൈസ് ചെയ്ത് എഴുതി വെക്കാം. അതിനുശേഷം ഇതിനെ എല്ലാത്തിനും പാകത്തിന് ഫോട്ടോസ് നമ്മുടെ പിൻട്രസ്റ്റിലും ഗൂഗിളിലും ഒക്കെ അവൈലബിൾ ആയിരിക്കും. സോ കുറച്ച് ഈസ്തെറ്റിക് ആയിട്ടുള്ള ഫോട്ടോസ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുക്കാവുന്നതാണ്. അങ്ങനെ ഞാൻ എൻ്റെ വിഷൻ ബോർഡിനുള്ള കുറച്ച് ഫോട്ടോസ്, എൻ്റെ കുഞ്ഞു വിഷൻ ബോർഡായിട്ട്, ഞാൻ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, അപ്പോൾ കുഞ്ഞു വിഷൻ ബോർഡാണ്. ഈ വിഷൻ ബോർഡിലേക്ക് വേണ്ട ഫോട്ടോസൊക്കെ ഞാനിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓൾറെഡി ഞാൻ കട്ട് ചെയ്ത് വരെയും വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ലൈക്ക് ഇപ്പോൾ ഇത് കണ്ടോ, ഇതുപോലത്തെ കുറച്ച് കോഡ്സ് ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇയർ ആഡ് ചെയ്യാവുന്നതാണ്. അതായത് 2025 എന്നുള്ള ആ ഒരു ഇയർ ആണെന്നുള്ളത് ആഡ് ചെയ്യാവുന്നതാണ്. വി വിൽ മേക്ക് അവർ വിഷൻ ബോർഡ് ടുഗെദർ. സോ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഫോട്ടോസ് വേണം. ദെൻ സ്റ്റിക്ക് ചെയ്യാൻ ആവശ്യത്തിന് ഞാൻ ഗമ്മും അതുപോലെ തന്നെ ഡബിൾ സൈഡ് ടേപ്പ് എടുത്തിട്ടുണ്ട്, അപ്പോൾ അത് വേണം. പിന്നെ എൻ്റെ ഫ്രെയിമാണ് ബേസിക്കലി വേണ്ടത്. ഇതൊരു ഫ്രെയിമാണ്, ഇതൊരു പഴയ ഫ്രെയിമാട്ടോ. ഇത് യൂസ്ഡ് ഫ്രെയിമാണ്. ഞാൻ പുതിയ ഫ്രെയിം വാങ്ങിക്കണ്ടെന്ന് വിചാരിച്ചു, കാരണം ഓൾറെഡി ഇതിൽ നമ്മൾ ഒട്ടിച്ച് കഴിയുമ്പോൾ വേറെ ഒന്നും കാണാനുണ്ടാവില്ല. അപ്പം ഞാൻ പഴയൊരു ഫ്രെയിമാണ് യൂസ് ചെയ്യുന്നത്. എനിവേ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഐശ്വര്യമായിട്ട് ഇത് അങ്ങോട്ട് മാറ്റിയേക്കാം. ചില്ലാണ്, പൊട്ടിപ്പോവും. അപ്പോൾ നമുക്കത് അങ്ങോട്ട് മാറ്റിയേക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകട്ടോ. ഇതാണ് എൻ്റെ വിഷൻ ബോർഡിലേക്കുള്ള ഇത് ഫ്രെയിം. ഇതാണ് എൻ്റെ വിഷൻ ബോർഡിലേക്കുള്ള ഫ്രെയിം. ആൻഡ് ഇതെൻ്റെ ഫോട്ടോസാണ്. നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്തൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്യാൻ, എക്സ്ട്രാ കട്ട് ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി കട്ട് ചെയ്തതാണ്, പക്ഷെ എന്നാലും ഇനി എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കട്ട് ചെയ്യാനുണ്ടെങ്കിൽ വി നീഡ് ദ സിസേഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്കെല്ലാം ഒന്ന് പ്ലീസ് ചെയ്യാം.
2025 വിഷൻ ബോർഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല, പകരം ഞാൻ എനിക്ക് ഡെയിലി കാണാൻ പറ്റാവുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇത് ഹാങ് ചെയ്യും. ആൻഡ് ഫ്രം ദിസ് ഡേ ഓൺവേർഡ്സ് ഞാൻ എൻ്റെ 2025 അച്ചീവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ മാനിഫെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഇന്നത്തെ വീഡിയോ ഏറെക്കുറെ വൈൻഡപ്പ് ചെയ്യാൻ ടൈമായി. ഇനി മുതലുള്ള എൻ്റെ എല്ലാ വീഡിയോസിലും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. സോ നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, എൻ്റെ വീഡിയോസൊക്കെ കാണണം, നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം കമന്റ് ബോക്സിലൂടെ അറിയിക്കണം. നിങ്ങൾക്ക് എന്ത് ടൈപ്പ് ഓഫ് വീഡിയോസ് ആണ് കാണാൻ താല്പര്യം എന്നൊക്കെ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. ഇഫ് പോസിബിൾ ഞാൻ ചെയ്യുന്നതായിരിക്കും. ദെൻ അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ദിസ് ഈസ് മീ ഫാരിദ ബക്കർ സൈനിങ് ഓഫ്. താങ്ക് യു.